ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാസ്ത ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാസ്തയാണിത്. അതിനായിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 250 ഗ്രാം പാസ്ത ചേർക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പാസ്ത വേവാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു നല്ല കട്ടിയുള്ള പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ബട്ടർ ഉരുകി വരുന്ന വരെ ചൂടാക്കുക. ബട്ടർ ഉരുകി വന്നു കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അടുത്തായിട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം നമുക്ക് ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറുള്ള ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ക്യാപ്സിക്കം അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ വീറ്റ്, നന്നായിട്ട് പൊടിച്ചിട്ടുള്ള വീറ്റിൻ്റെ ഫ്ലോറാണെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീറ്റിൻ്റെ ഫ്ലോറാണ്. ഇവിടെ കിട്ടുന്ന വീറ്റ് ഏകദേശം മൈദ പോലെ നല്ല പൊടിയായിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് പാല് ആഡ് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഒറിഗാനോ ഇതുപോലെ ചെറുതായിട്ട് കയ്യിൽ ഇട്ട് തിരുമ്മിയിട്ട് 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെ ആയിക്കഴിയുമ്പോൾ, ആ പാസ്തയുടെ ക്രീം സോസ് ആയിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.